ഹായ് നമസ്കാരം. ഞാൻ ഷെബീബ മുനീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു കല്യാണത്തിന് വേണ്ടി പോവാണ് കേട്ടോ, ആലിപ്പറമ്പിലേക്ക്. അതായത് ഉമ്മാൻ്റെ എളാപ്പാൻ്റെ വീട്ടിലാണ് കല്യാണം, എളാപ്പാൻ്റെ മകൻ്റെ കുട്ടിയുടെ. അപ്പോൾ ഞാനും പൊന്നും സോനും ഉമ്മയും കൂടി ഓട്ടോയിലാണ് പോകണം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ ഓട്ടോക്കാരൻ, കുഞ്ഞാണി എന്നിട്ട് വിളിക്കുക. പേര് എനിക്കറിയില്ല, പാറിലുള്ളത് തന്നെയാണ്. എപ്പോൾ വിളിച്ചാലും വരും കേട്ടോ. പിന്നെ വണ്ടിയാണെങ്കിലും നല്ല സൗകര്യമുള്ള വണ്ടിയാണ്, കുറച്ച് വാടക വാങ്ങും ചെയ്യുള്ളൂ കേട്ടോ. ആൾ പാവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എങ്ങോട്ട് പോകുകയാണെങ്കിലും മൂപ്പരെ വിളിക്കുക. അങ്ങനെ അത് അവിടെ എത്തി. അപ്പം നേരെ പോക്രിയാക്കാൻ്റെ വീട്ടിൽ പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ പണിക്കാരൊക്കെ ഉണ്ട്, ഇങ്ങനെ പുറത്ത് ഷീറ്റ് ഇടുകയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ പോക്രിയാക്ക എന്ന് പറയുമ്പോൾ അറിയണവരിക്കേ അറിയുള്ളൂ, അതിൻ്റെ അമ്മാവനാണ് കേട്ടോ, അമ്മാവൻ്റെ വീടാണിത്. അപ്പോൾ പുതിയ ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്നും ചിലപ്പോൾ പോക്രിയാക്ക എന്ന് പറഞ്ഞാൽ അറിയണ്ടാവില്ല. ഇത് മിൻസിലടുത്ത് മീനയും വന്നോ. ഇത് മീന, ഇത് മിൻസില. പിന്നെ വൈകുന്നേരത്തെ പരിപാടിയായിരുന്നു കേട്ടോ, 4 മണിക്ക് ശേഷമായിരുന്നു. അപ്പോൾ പോക്കരിയാക്കാൻ്റെ വീട്ടിൽ ഓരോ മക്കളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട് കല്യാണം. അപ്പോൾ അവരെങ്ങനെ കാത്തു നിൽക്കാണ് കേട്ടോ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. ചോർക്കുകൾ ആ പെണ്ണുങ്ങൾ വിളിച്ച കുട്ടികളെ അതിനെപ്പോഴും കിട്ടും, ആ പന്നി പോണു നോക്ക, അതിനെപ്പോഴും കിട്ടൂലേ. കുരിപ്പങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കാനും. ഇത് വീഡിയോ ആണ്. ഇതാണ് കേട്ടോ ക്യാമറ ഓൺ ആക്കിയിട്ട് ലൈവ് ആയിട്ടുള്ള വോയിസ് ഇട്ടാലുള്ള അംഗം, കച്ചറ ടീമുകൾ. അങ്ങനെ തന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ എത്തിയപ്പോൾ കുറേ പേരിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചെന്നപ്പോൾ തന്നെ വയനാടുള്ള അമ്മാവിനെ, അതായത് സേതിൽ കാക്കാനെയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ കണ്ടത്. അപ്പോൾ മൂപ്പരിങ്ങനെ സംസാരിക്കുന്നു. വയനാട്ടിൽ നിന്നും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നേരെ അവിടെ എത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പം നല്ല ബീഫ് ബിരിയാണിയും പിന്നെ സുർബിയാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിൽ അവിടെ പോയിരുന്ന് സംസാരിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ പിന്നെ എവിടെ പോയാലും ആദ്യം ഭക്ഷണം കഴിക്കാതിരിക്കട്ടെ. അതാണ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെയും പരിപാടി കഴിഞ്ഞിട്ടാണ് എത്തൽ. ഇപ്പം ഇതിന് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ അങ്ങനെ ഇരുന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ആ വരുന്ന ആളുണ്ടല്ലോ, അതിൻ്റെ വലിയ അമ്മാവൻ്റെ വലിയ മകളാണ് കേട്ടോ. ആ അമ്മാവിന് പെല്ല കേട്ടോ. അപ്പം ആൾക്ക് പൂവിൻ്റെ ഒക്കെ കച്ചവടമാണ് ഓർക്കും ഓരോ ഹസ്ബൻഡിനും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു ദിവസം ഞാൻ ഓരോ വീട്ടിൽ പോയിട്ട് അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. അപ്പം കണ്ട കല്യാണത്തിന് വന്നപ്പോൾ എവിടെ വരികയാണെങ്കിലും ആൾ ബാഗിൽ വെച്ച് മുല്ലപ്പൂ കൊണ്ടുവരും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നെ കരുതിയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടാവുക, ഞാൻ വെറുതെ തള്ളല്ല കേട്ടോ. പിന്നെ എനിക്കാണെങ്കിലോ ജീവനാണ് മുല്ലപ്പൂ. അത് കിട്ടിയ പിന്നെ തിന്നില്ല തീറ്റീസും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു മനുഷ്യനത് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഓരോക്കൊന്നും ആവശ്യമല്ല സത്യത്തിൽ. മുല്ലപ്പൂ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനാണ്, ഇപ്പോൾ ട്രെൻഡില്ല എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷെ ഞാനങ്ങനെ ട്രെൻഡൊന്നും നോക്കലില്ല. എന്ന് വെച്ചാൽ എന്താ കാലത്തിനനുസരിച്ച് കോലം മാറാറുന്ന പോലെ ഞാൻ അങ്ങനെ ചിന്തിക്കില്ല കേട്ടോ. എനിക്കൊരു സാധനത്തെ ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്നും ആ ഇഷ്ടം അങ്ങനെ നിലനിൽക്കും, അല്ലാണ്ട് ട്രെൻഡിൻ്റെ ഒപ്പം പോകില്ല ഞാൻ. ഒന്നും നോക്കില്ല, ഞാൻ എന്തായാലും കുറച്ച് തലയിൽ വെച്ചിട്ടോ. അപ്പോൾ എൻ്റെ പൊന്നുവിനത് തീരെ പറ്റിയിട്ടില്ല. അവളിങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ അത് മോഡലില്ല അമ്മച്ചി, അതൊന്ന് ഒഴിവാക്കിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ ഞാൻ പണ്ടൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ, 2 സൈഡിലേക്ക് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അങ്ങനെ മുല്ലപ്പൂ വെച്ചിട്ട് മുല്ലപ്പൂ ഇല്ലാണ്ട് കല്യാണത്തിന് പോകില്ലായിരുന്നു. പിന്നെ കുട്ടി പറഞ്ഞ് ഇനി ഓൾക്ക് അങ്ങനെ ഒരു മടി വേണ്ട, ഇനിയിപ്പോൾ അമ്മച്ചി ഇങ്ങനെ കൊണിയുമ്പോൾ ഓൾക്കൊരു നാണം വേണ്ട വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും അത് തലയിൽ ചുറ്റി കെട്ടിയിട്ടോ. അങ്ങനെ എന്തായാലും അന്ന് കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് കുടുംബക്കാരൊക്കെ കുറേ ആളൊക്കെ ഉണ്ട്. പിന്നെ ഇവർ എൻ്റെ ഉമ്മാൻ്റെ എളാപ്പാൻ്റെ മരുമോളാണ് കേട്ടോ. അതായത് കല്യാണ ചെക്കൻ്റെ മൂത്താപ്പാൻ്റെ വൈഫായിട്ട് വരും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ അവരെ ജ്യേഷ്ഠത്തെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, വീഡിയോ സ്ഥിരമായിട്ട് കാണലുണ്ട് കേട്ടോ, എപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് നേരിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടപ്പോൾ എനിക്കും ആകെ ചമ്മലായി. അവർക്കും എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിക്കട്ടെ. എന്തായാലും നമുക്കിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ എപ്പോഴും കാണുന്ന ആളുകളൊന്ന് നേരിൽ കാണാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. പിന്നെ അത് ഓഡിറ്റോറിയത്തിൽ നല്ല സെറ്റപ്പാണ് കേട്ടോ. അതായത് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് അവിടെ. അതേപോലെ മെയിൻ റോഡൊന്നുമല്ല, നല്ല ഒരു ശല്യമല്ല കേട്ടോ, എല്ലാം നല്ല സെറ്റപ്പാണ്. പിന്നെ അതാ ഇതിൻ്റെ വലിയ അമ്മാവിൻ്റെ 2ാമത്തെ മകനാണ് അസങ്ങാക്ക. ആള് ആദ്യം ഉസ്താദായിരുന്നു, ഇപ്പോൾ ഗൾഫിലാണ്, ഇപ്പോൾ ലീവിന് വന്നതാണ്. ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ എല്ലാവർക്കും നല്ല നല്ല ഉപദേശങ്ങൾ തരുന്ന ആളാണ്.
കണ്ടോ അവൻ വന്ന് ചോദിച്ചത്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. കാരണം ഞാൻ 4 വർഷം കഴിഞ്ഞപ്പോൾ അവനെ പഠിപ്പിച്ചിട്ട് ആ ഒരു ഓർമ്മയിൽ ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ലല്ലോ. ആ ഒരു ഓർമ്മയിൽ അവൻ വന്ന് വിളിച്ചത് കണ്ടോ. അപ്പോൾ അതാണ് നമ്മളൊരു ടീച്ചറാകുമ്പോൾ അതിപ്പോൾ ഇനി 10ാം ക്ലാസ്സിലെത്തിയ ഒരു ഹൈസ്കൂളിൽ പഠിപ്പിക്കണമാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ KGയിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിലും ടീച്ചർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്ന ഒരു ജോബ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിച്ച കുട്ടികളുടെ മനസ്സിൽ അത് എത്ര വലിയ മനുഷ്യന്മാരായാലും ശരി അവരുടെ മനസ്സിൽ നമ്മൾ എന്നും ഉണ്ടാകും ഒരു ഓർമ്മയായിട്ട്. അപ്പോൾ മറ്റവരൊക്കെ വിളിച്ചപ്പോൾ അവർക്കൊക്കെ ഭയങ്കര നാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാൻ. എനിക്ക് പിന്നെ ഞാൻ യൂട്യൂബറായ സ്ഥിതിക്ക് എനിക്ക് പിന്നെ ഇതൊക്കെ വീഡിയോ എടുത്ത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ മടിയൊന്നും ഉണ്ടായില്ല. ഞാനൊന്നും നോക്കിയില്ല, പോയി അവരെ കൂടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ എനിക്ക് എല്ലാവരും ഒന്നും പരിചയപ്പെടുത്തി തരാൻ അറിയില്ല കേട്ടോ. കുറേ ഞാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രണ്ടാമത് നിൽക്കുന്നത് അവന് എളാപ്പാൻ്റെ പേരക്കുട്ടി തന്നെയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും വീഡിയോ എടുത്ത് പരിചയപ്പെടുത്താൻ എനിക്ക് പേടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവരും ഞാൻ അങ്ങനെ ചെല്ലുമ്പോൾ പേടിച്ച് നോക്കുകയാണ്. കാരണം ഞാൻ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുമോ എന്നുള്ളൊരു പേടിയാണ് ചിലർക്ക്. പിന്നെ ഇതിൽ ഈ രണ്ടറ്റത്ത് നിൽക്കുന്നത് വലിയ അമ്മാവൻ്റെ മരുമക്കളാണ്. പിന്നെ നടുക്കുള്ളത് മുബിത്താത്ത മൂത്തമ്മാൻ്റെ മകള്, മറ്റേത് അനിയത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഫോട്ടോയിൽ നിൽക്കണം എന്നുണ്ട്, പക്ഷേ ഞാനത് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇടുമോ എന്നുള്ള പേടിയായിരിക്കൊക്കെ. ഇത് പിന്നെ മറ്റേ അമ്മാവൻ്റെ അംസക്കാക്കാൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. ഇനി അടുത്തത് അവളെ കല്യാണമായിരിക്കാം. ഇതൊക്കെ പിന്നെ എളാപ്പാൻ്റെ ചെറിയ മകനും ഫാമിലിയാണ്. അപ്പോൾ തന്നെ ഞാൻ എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിൽ എൻ്റെ സോനുക്കുട്ടീനെ മറന്നിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാനും എൻ്റെ സോനുക്കുട്ടിയാണ് ഫസ്റ്റ് എടുക്കൽ. അപ്പം ഞാൻ അവനെ പിടിച്ചിരുത്തിയിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ ഈ ഇരിക്കുന്നത് അതായത് ഈ നടുക്കുള്ളതാണ് കേട്ടോ ചെക്കൻ്റെ വാപ്പ, കല്യാണ ചെക്കൻ്റെ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് അന്ന് അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അമ്മാവൻ്റെ വീട്ടിലൊന്നും. കാരണം പിറ്റേ ദിവസം മദ്രസ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ പോരേണ്ടി വന്നു. അങ്ങനെ അംസക്കാക്ക പറയണ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുള്ളത് വീരമംഗലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവർ തൂത വഴിയാണ് പോണത്. അപ്പോൾ പിന്നെ അവരെ വണ്ടിയിൽ അവരെ കൂടെ പോന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.